ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ വിതുരനീതി എന്ന പേരിലുള്ള അതിപ്രസിദ്ധമായ പണ്ഡിതോചിതമായ ഉപദേശങ്ങൾ വിതുരർ തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർക്ക് നൽകുകയാണ്. അദ്ദേഹത്തിന് മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉപദേശം. ശാന്തി കിട്ടിയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഏതായാലും ആ ഉപദേശം പിന്നീട് വന്ന നിരവധി ആളുകൾക്ക് അനേകായിരം വർഷങ്ങളായിട്ട് അത് നീതി അന്വേഷിക്കുന്ന, ശാന്തി അന്വേഷിക്കുന്ന ശാസ്ത്ര കുതുകികളായ ആളുകൾക്ക് വളരെ കൗതുകം പകരുന്ന, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ അനുഷ്ഠിക്കാവുന്ന മഹത്തായ ധർമ്മങ്ങളാണ് ഈ വിതുരനീതിയിൽ ഉപദേശിക്കപ്പെട്ടത് എന്ന് നാം കാണുന്നു. ഏതാനും വളരെ പ്രസക്തമായ ശ്ലോകങ്ങൾ മാത്രം ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൻ്റെ വിതുരനീതിയുടെ ഒരു കൺക്ലൂഷൻ, അതിൻ്റെ നിഷ്കർഷം ചെയ്യുകയാണ്. ഇവിടെ 36-ാം അധ്യായത്തിൽ ഒരു ചെറിയ ചരിത്രം അദ്ദേഹം അവിടെ ഉദ്ഘാടനം ചെയ്യുന്നു, തുറന്ന് കാണിക്കുന്നു. ഏതാണ്? ആത്രേയസ്യ സംവാദം സാധ്യാനം ചെയ്തിന ശ്രുതം. സാധ്യന്മാർ എന്ന് പറയുന്ന ദേവതാഗണങ്ങൾ അവർ ആത്രേയ മഹർഷിയുമായിട്ട് നടത്തിയ ഒരു സംവാദം. ആത്രേയൻ എന്ന് വെച്ചാൽ അത്രി മഹർഷിയുടെ മകൻ. അത്രി മഹർഷിയുടെ മകനായിട്ട് സാക്ഷാൽ ദത്താത്രേയൻ എന്നു പേരുള്ള വൈഷ്ണവാവതാരം എന്ന് പുരാണങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള ദത്താത്രേയ മഹർഷി, അദ്ദേഹം അനേക തരത്തിലുള്ള സിദ്ധികൾ നേടിയ ഒരു യോഗീശ്വരനാണ്. ആ ദത്താത്രേയ മഹർഷി പിന്നീട് അവധൂത യോഗിയായിട്ട് മാറി എന്ന് ഭാഗവതത്തിലും മറ്റും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നമുക്ക് യദു മഹാരാജാവിനും അതുപോലെ പ്രഹ്ലാദനും ഉപദേശം കൊടുത്തതായിട്ട് കാണാം. ആ അവധൂത ഗീത ഒക്കെ ഭാഗവതത്തിൽ കാണാം. അതായത് ഇവിടെ ഈ ആത്രേയ മഹർഷിക്ക് ഇവിടെ ഹംസൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നു. അതായത് സന്യാസത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഹംസാവസ്ഥ. ബഹോദൻ, അതുപോലെ കുടീചകൻ, ഹംസൻ, നിഷ്ക്രിയൻ മുതലായിട്ടുള്ള 4 അവസ്ഥ, 4ലും അധികം ചില ഇടങ്ങളിൽ പറയുന്നുണ്ട്. ഹംസാവസ്ഥ എന്ന് പറയുന്നത് ആ സന്യാസി വ്യവസ്ഥയുടെ, സന്യാസാശ്രമത്തിൻ്റെ ഒരു പരിധി കടക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയ ശേഷമുള്ള അവസ്ഥയാണ് ഹംസാവസ്ഥ. അപ്പോൾ ഹംസസ്വരൂപിയായ ഈ അവധൂതനോട്, ദത്താത്രേയ മഹർഷിയോട് സാധ്യന്മാർ ചോദിക്കുന്നു, സാധ്യാദേവ വയമേതേ മഹർഷേ ദൃഷ്ട്വാ ഭവന്തം ന ചക്നമോനുമാതും ശ്രുതേന ധീരോ ബുദ്ധിമംസ്ത്വം മതോ ന കാവ്യാം വാചം വക്തുമർഹസ്യ ഉദാരാം. അങ്ങ് ഞങ്ങൾക്ക് കാവ്യാം വാചം വക്തുമർഹസി, കാവ്യാത്മകമായ വാക്കുകൾ കൊണ്ട് ഉപദേശം നൽകണം. അങ്ങേപ്പോലെ ഉപദേശം നൽകാൻ പറ്റുന്ന മറ്റൊരാളില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഹംസൻ ആയിട്ടുള്ള ആത്രേയ മഹർഷി, ദത്താത്രേയ മഹർഷി ചില തത്വങ്ങളെ ഇവിടെ പറയുന്നു. വളരെ പ്രാധാന്യമുള്ള ചില ശ്ലോകങ്ങൾ മാത്രം ഞാൻ പറയാം. നമ്മുടെ നേരെ ആരെങ്കിലും കയർത്ത് സംസാരിക്കുന്നു, നിന്ദാപരമായ വാക്യങ്ങൾ പറയുന്നു, തെറി പറയുക, അങ്ങനെയുള്ള വളരെ മോശമായ വാക്കുകൾ പറയുമ്പോൾ എങ്ങനെയാണ് അതിനോട് നമ്മൾ പ്രതികരിക്കേണ്ടത്? ആത്രേയ മഹർഷി പറയുന്നു, ആകൃഷ്യമാനോ നാക്രോശേൻ മന്യുരേവ തിരിക്ഷത ആക്രോഷ്ടാരം നിർദഹതി സുഹൃതം ചാസ്യ വിന്ദതി. നമ്മുടെ നേരെ ആരെങ്കിലും ആക്രോശിക്കുമ്പോൾ, ക്രോധത്തോടുകൂടി നിന്ദാവാക്യങ്ങൾ പറയുമ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ടും ആക്രോശിക്കരുത്, അങ്ങോട്ട് നമ്മൾ തെറി അഭിഷേകം ചെയ്യരുത്. അതൊരു ശൗര്യത്തിൻ്റെ പ്രകടനമല്ല. ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ തിരിച്ചാക്രമിക്കുന്നതും എല്ലാ സമയത്തും ശൗര്യമല്ല, ചില സമയത്ത് അത് അപകടമുണ്ടാക്കും. ഈ നിന്ദാവാക്യങ്ങൾ വാസ്തവത്തിൽ ആ നിന്ദ പറയുന്ന, ഈ മോശമായ വാക്ക് പറയുന്ന, അസഭ്യമായ വാക്കുകൾ പറയുന്ന ആളിനെ തന്നെയാണ് നശിപ്പിക്കുന്നത്, കേൾക്കുന്ന ആളിനെ അത് നശിപ്പിക്കുന്നില്ല. പക്ഷെ കേട്ടിട്ട് ക്രോധം വരികയും ക്രോധിച്ചിട്ട് തിരിച്ചങ്ങോട്ടും അതേപോലെ അസഭ്യം പറയുകയും ചെയ്യുന്ന ആളിൽ നിന്നുണ്ടാകും, സ്വാഭാവികമായും തൻ്റെ മനസ്സിൻ്റെ കാലുഷ്യം കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഒക്കെ തന്നെ അതുകൊണ്ട് പ്രയാസമുണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ ന ആക്രോശേത് മന്യുരേവ തിരീക്ഷത ആക്രോഷ്ടാരം നിർദഹതി എന്നാണ്. 2 ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ച് ആക്രോശിക്കാതിരുന്നാൽ തിരീക്ഷത മന്യുഹു ഏവ ആക്രോഷ്ടാരം നിർദഹതി. ഈ തിരിച്ച് അസഭ്യം പറയാതെ അതിനെ ക്ഷമയോടുകൂടി കേട്ട് സഹിച്ചു നിൽക്കുന്ന ആളിൻ്റെ ഉള്ളിലെ ക്രോധം തന്നെ ഈ അസഭ്യം പറഞ്ഞ ആളിനെ പൂർണ്ണമായും ദഹിപ്പിച്ചു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ മനസ്സുകൊണ്ടുള്ള ശാപം, മനസ്സുകൊണ്ടുള്ള ക്രോധം, അതിന് ഈ വാക്കുകൊണ്ടും നമ്മുടെ അംഗവിക്ഷേപങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ ആക്രമണം കൊണ്ടും ഉണ്ടാകുന്ന പ്രതിരോധത്തെക്കാൾ ശക്തിയുള്ളതാണ് ആന്തരികമായിട്ടുള്ള ആ തിതിക്ഷ അല്ലെങ്കിൽ സഹനശക്തി എന്നാണ് പറയുന്നത്. അതുപോലെ സുഹൃതം ചാസ്യ വിന്ദതി, ആ ആക്രോശം ചെയ്തവൻ്റെ സുഹൃതം, അവൻ ചെയ്ത പുണ്യങ്ങൾ ഈ കേൾക്കുന്ന ആളിനെ പകർന്നു കിട്ടുകയും ചെയ്യും എന്നുള്ള രണ്ട് ഗുണങ്ങളാണ് ക്ഷമയോടുകൂടി അസഭ്യമായ വാക്കുകൾ കേൾക്കുന്ന ആളിന്, അതിനോട് പ്രതികരിക്കാത്ത ആളിനെ ഉണ്ടാകുന്നത് രണ്ട് തരം നേട്ടങ്ങളാണ് എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശമാണിത്. അതുപോലെ വാക്കിന് പറയുന്ന സമയത്ത് ആ വാക്കിനെ ഏത് രീതിയിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്, നമ്മുടെ വാക്ക് ഏത് രീതിയിൽ നമുക്ക് ശുദ്ധമായിട്ട് പറയാൻ സാധിക്കും, അതിൻ്റെ സിദ്ധാന്തം പറയുകയാണ് വിതുരർ. അവ്യാഹൃതം വ്യാഹൃതാശ്രയ ആഹു സത്യം വദേത് വ്യാഹൃതം തദ്ദ്വിതീയം പ്രിയം വദേത് വ്യാഹൃതം തത്തൃതീയം ധർമ്മം വദേത് വ്യാഹൃതം തച്ചതുർത്ഥം. 1, 2, 3, 4 ഇങ്ങനെ 4 ക്രമസംഖ്യ ഇട്ടുകൊണ്ട് പറയുകയാണ് ഏതേത് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്നാണ്. അവ്യാഹൃതം വ്യാഹൃതാശ്രയ ആഹുഹു. ചില സന്ദർഭങ്ങളിൽ ഒന്നും സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള നമ്മുടെ സംഭാഷണം. ആ മൗനം വലുതായിട്ട് സംസാരിക്കും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്നും മിണ്ടാതിരുന്നാൽ അതിന് വലിയ അർത്ഥതലങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും. ആ മൗനം നമുക്ക് ഒരു തപസ്സിൻ്റെ ഗുണം ചെയ്യും. അതായത് ദുഷ്ടമായ കാര്യങ്ങളോട്, അസഭ്യങ്ങളോട്, അല്ലെങ്കിൽ അന്യൻ്റെ ക്രോധത്തോട് പ്രതികരിക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക, മൗനത്തെ പാലിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ആന്തരിക ശക്തിയെ വളർത്തും എന്നുള്ളത് കൊണ്ട് മൗനമാണ് സംഭാഷണത്തെക്കാൾ നല്ലത്. അവ്യാഹൃതമാണ് വ്യാഹൃതത്തെക്കാൾ ശ്രേയസ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടാമതായിട്ട് സത്യം വദേത് വ്യാഹൃതം തദ്ദ്വിതീയം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പറയുന്നുണ്ടെങ്കിൽ വ്യാഹൃതം, എന്തെങ്കിലും വ്യാഹരിക്കുന്നുണ്ടെങ്കിൽ, സംഭാഷണം ചെയ്യുന്നുണ്ടെങ്കിൽ സത്യം മാത്രം പറയുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? പ്രിയം വദേത് വ്യാഹൃതം തത്തൃതീയം. എന്തെങ്കിലും സംസാരിക്കുകയാണ്, എന്തെങ്കിലും സംഭാഷണം ചെയ്യുകയാണ്, സത്യം തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. പക്ഷെ ആ സത്യം കേൾക്കുന്നവനെ വേദനിപ്പിക്കുന്ന സത്യമാകരുത്, പ്രിയം ആയിരിക്കണം. മഹാഭാരതം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. സത്യം പറയുക, സത്യം പറയുമ്പോൾ അത് കേൾക്കുന്നവന് പ്രിയം ആയിരിക്കണം, അപ്രിയമായ സത്യത്തെ പറയരുത്. ഇത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കേൾക്കുന്നവൻ്റെ മനസ്സ് സന്തോഷിക്കണം. നിന്നെ കാണാൻ ഒന്നിനും കൊള്ളില്ല, നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല, നീ സുന്ദരനല്ല, നീ വിരൂപനാണ്, സത്യമായിരിക്കാം. പക്ഷെ ആ സത്യം കേൾക്കുന്ന ആളിനെ വേദനിപ്പിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുക, അല്ലെങ്കിൽ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന വാർത്തകൾ കേൾപ്പിക്കുക. ഒരു മരണ വാർത്ത പെട്ടെന്ന് ചെന്ന് പറഞ്ഞാൽ, സത്യം പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ സത്യം പറയുക. ഇനി മൂന്നാമത്തെ എന്താണ്? സത്യം പറയുക എന്നുള്ളത് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ശ്രദ്ധിക്കേണ്ടത്, സത്യം പറയുമ്പോൾ അത് പ്രിയമായത് പറയണം. ഇനി നാലാമത്തേത് എന്താണ്? ധർമ്മം വദേത് വ്യാഹൃതം തച്ചതുർത്ഥം. സത്യവും പ്രിയവുമായിട്ടുള്ള വാക്യം ധർമ്മപരവുമായിരിക്കണം എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അപ്പോൾ ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ, ഒരു വാക്യം നമ്മൾ പറയുമ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മിണ്ടാതിരിക്കുന്നത് നല്ലത്. മിണ്ടുന്നുണ്ടെങ്കിൽ സത്യം തന്നെ പറയുക. സത്യമായിട്ടുള്ള വാക്യമാണെങ്കിൽ അതിൽ പ്രിയം അടങ്ങിയിട്ടുണ്ടാകണം. പിന്നെ പ്രിയമായിട്ടുള്ളതാണെങ്കിലും അത് ധർമ്മം ഉണ്ടാക്കുന്നതായിരിക്കണം എന്നുള്ള 4 കാര്യങ്ങളാണ് ഒരു വാക്യം നമ്മൾ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്. വളരെ പ്രധാനമായിട്ടുള്ള, എല്ലാ കാലത്തും നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ സനാതന ധർമ്മത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് ഇവിടെ പറഞ്ഞത്, വാക്കിനെക്കുറിച്ചുള്ളത്. ഇനി നോക്കൂ, ഞാൻ തിരഞ്ഞെടുത്ത ചില ആശയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വളരെ കൗതുകമുള്ള ആളുകൾക്ക് ഈ വിതുരനീതി, വിതുരോപദേശം ഗ്രന്ഥമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് വായിച്ച് പഠിക്കാവുന്നതാണ്. എല്ലാ ശ്ലോകങ്ങളും നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. വിസ്താരഭയം കൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. സുലഭാ പുരുഷ ആരാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യതു പഥ്യസ്യ വക്താ ശ്രോതാജ ദുർലഭ. ഈ ശ്ലോകം ശ്രീമദ് രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ മാരീചൻ രാവണനോടും പറയുന്നുണ്ട്. നീ രാമൻ്റെ ഭാര്യ അപഹരിച്ച് രാമൻ്റെ ശത്രുത ഉണ്ടാക്കരുത്, അത് നിനക്ക് നാശമുണ്ടാക്കും എന്ന് പറയുന്നിടത്ത് അത് കേൾക്കാതിരിക്കുമ്പോൾ രാവണനോട് മാരീചൻ പറയുന്ന അതേ ശ്ലോകമാണ് ഇവിടെ വിതുരർ
ധൃതരാഷ്ട്രോടും പറയുന്നത്. ധൃതരാഷ്ട്രനും രാവണനും രണ്ടുപേരും സജ്ജനങ്ങളെ, സത്യവും ധർമ്മവും പാലിക്കുന്ന ആളിൻ്റെ ശത്രുത ഒരു കാര്യവുമില്ലാതെ ഏറ്റെടുത്ത ആ ശത്രുതയെ വില കൊടുത്ത് വാങ്ങിയ ആളുകളാണ്. അപ്പോൾ അത് രണ്ട് ഇടങ്ങളിലും ഇത് പ്രസക്തമാണ്. എന്താണ്? അല്ലയോ രാജാവേ, സതതം എപ്പോഴും പ്രിയം പറയുന്ന, കേൾക്കാൻ നല്ല സുഖമായ, നല്ല തേനൂറുന്ന വാക്കുകൾ, സ്തുതിപരമായ വാക്കുകൾ കേൾക്കാൻ ധാരാളം ആളുകളെ കിട്ടും. രാജാക്കന്മാർ സുലഭങ്ങളാണ്, അവർ സുലഭമാണ്. കാരണം നല്ല വാക്യം പറയുക, രാജാവേ അങ്ങനെ ചെയ്തോളൂ, അങ്ങ് ധീരനാണ്, പരാക്രമിയാണ്, സുന്ദരനാണ്, ഐശ്വര്യമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുക. എന്നിട്ട് രാജാവ് ചെയ്യുന്ന തെറ്റുകളെ, പാപകർമ്മങ്ങളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ പ്രിയവാദികളായ ആളുകളെ ധാരാളമായിട്ട് കിട്ടും. അപ്രിയസ്യതു പഥ്യസ്യ വക്താ ശ്രോതാച ദുർലഭാഹ. അതേസമയത്ത് ആ രാജാവിന് അപ്രിയമായിട്ടും എന്നാൽ പഥ്യമായിട്ടും, പ്രിയം അല്ല, കേൾക്കാൻ സുഖമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും അത് അദ്ദേഹത്തിന് ഹിതകരമാണ്. രാജാവെ അങ്ങനെ ചെയ്യരുത്, മദ്യപാനം അരുത്. ഈ മദ്യപാനം അരുതെന്ന് പറയുമ്പോൾ മദ്യപാനിക്ക് അത് അപ്രിയമാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെയും ജീവിതത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നതാണ് ആ ഉപദേശം എന്നുള്ളത് കൊണ്ട് അത് അവന് ഹിതകരമാണ്, പക്ഷേ പ്രിയങ്കരമല്ല. അപ്പോൾ പ്രിയങ്കരമല്ലാത്തതും എന്നാൽ ഹിതകരവുമായ പഥ്യമായിട്ടുള്ള വാക്കുകൾ പറയുന്ന ആളും കുറവാണ്, അത് കേൾക്കുന്ന ആളുകളും കുറവാണ്. അപ്പോൾ അപ്രിയസ്യതു പഥ്യസ്യ വക്താ ശ്രോതാച ദുർലഭാഹ. സുലഭം ആരാണ്? പ്രിയമായത് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും. അപ്രിയമായതും ഹിതകരവുമായ വാക്യങ്ങൾ കേൾക്കുന്നവരും കുറവാണ്, ഇത് പറയുന്നവരും കുറവാണ്. അപ്പോൾ മുഖസ്തുതി പറയുന്ന സ്തുതിപാഠകന്മാരാണ് കൂടുതൽ ലോകത്തിലുള്ളത്. സ്തുതിപാഠം ഇഷ്ടപ്പെടുന്നവരാണ് ലോകത്തിൽ കൂടുതൽ. ആരാണോ സ്തുതിപാഠം ഇഷ്ടപ്പെടാത്തത്, തനിക്ക് ഹിതകരമായ എന്നാൽ അല്പം കൈക്കുന്ന സത്യം പറയുമ്പോൾ അതിനെ അനുസരിക്കുന്നത്, അവരാണ് ബുദ്ധിമാന്മാർ, പക്ഷെ അവർ കുറവാണ് എന്ന് പറയുകയാണ്. ഇനി ധൃതരാഷ്ട്രർക്ക് ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കേണ്ടതായ ഒരു കാര്യം പറയുകയാണ്. ത്യജേത് കുലാർത്ഥേ പുരുഷം ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത് ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥിവീം ത്യജേത്. ധർമ്മത്തിൻ്റെ വളരെ സൂക്ഷ്മമായ ഒരു ആശയമാണ് ഇത്. മഹാഭാരതത്തിൽ ആവർത്തിച്ച് പറയുന്നതുമാണ്. അതായത് ഒരു കുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ, ഒരു പുരുഷനെ നമ്മൾ ത്യജിക്കുക, ഉപേക്ഷിക്കുക, വേണമെങ്കിൽ കൊല്ലുക, നാടുകടത്തുക, ഏതെങ്കിലും രീതിയിൽ അയാളെ ആ കുലത്തിൽ നിന്ന് ഒഴിവാക്കുക. അത് ആ കുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അയാൾ കാരണമാണ് ആ കുലം നശിക്കുന്നതെങ്കിൽ ആ കുലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത്. ഒരു ഗ്രാമത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അനേകം കുലങ്ങൾ അടങ്ങിയതാണ് ഒരു ഗ്രാമം. അപ്പോൾ ആ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുലത്തെ, ഒരു കുടുംബത്തെ വേണമെങ്കിൽ ഉപേക്ഷിച്ച് കൊള്ളണം. ഗ്രാമം ജനപദസ്യാർത്ഥേ. അനേകം ഗ്രാമങ്ങൾ അടങ്ങിയതാണ് ഒരു രാജ്യം, ഒരു രാഷ്ട്രം. ആ രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തെ മുഴുവൻ ഉപേക്ഷിക്കണമെങ്കിൽ, ഒരു ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കണമെങ്കിൽ അത് നശിപ്പിച്ചു കൊള്ളണം എന്നുള്ളതാണ് രാജധർമ്മം. ഇങ്ങനെ വലുതിന് വേണ്ടി ചെറുതിനെ ഉപേക്ഷിക്കുക. വലുത് അപ്പോൾ വ്യക്തി, കുടുംബം, സമൂഹം, ഗ്രാമം, സമൂഹം, രാഷ്ട്രം, വിശ്വമാനവികത, ഇങ്ങനെ വളർന്നു വരുന്ന, ചെറുതിൽ നിന്ന് വളർന്നു വരുന്ന ആ വലിയ ഘടകങ്ങൾക്ക് വേണ്ടി അതിൽ താഴെയുള്ള ചെറിയ ഘടകങ്ങളെ ഉപേക്ഷിക്കുകയോ തിരുത്തുകയോ നേർവഴിക്ക് നടത്തുകയോ നേർവഴിക്ക് നടക്കുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം എന്നുള്ളതാണ്. നിനക്കാണെങ്കിലും ആത്മാർത്ഥേ പൃഥ്വിയും ത്യജേൽ. ഈ ലോകം തന്നെ ഉപേക്ഷിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തോടുമുള്ള നമ്മുടെ മമത നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്നുള്ള ആധ്യാത്മിക തത്വവും അതിലടങ്ങിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. ആപദർത്ഥേ ധനം രക്ഷേത് ദാരാൻ രക്ഷേത് ധനൈരവി ആത്മാനം സതതം രക്ഷേത് ദാരൈരവി ധനൈരവി. വളരെ രസകരമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. ആപത്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ധനം സൂക്ഷിച്ചു വെക്കുക. ആപദർത്ഥേ ധനം രക്ഷേത് ദാരൻ രക്ഷേത് ധനൈരവി. ആ ധനം കൊണ്ട് തൻ്റെ ഭാര്യമാരെ, എന്ന് വെച്ചാൽ ഭാര്യ പുത്രാദികളായ കുടുംബത്തെ എന്നുള്ള അർത്ഥവും എടുക്കാം. തൻ്റെ ഭാര്യമാരെ, തൻ്റെ കുടുംബത്തെ രക്ഷിക്കുക ധനം കൊണ്ട്. ധനത്തിൻ്റെ ഒരു പ്രയോജനം കുടുംബത്തെ രക്ഷിക്കലാണ്. പക്ഷേ ആത്മാനം സതതം രക്ഷേത് ദാരൈരവി ധനൈരവി. പക്ഷേ സ്വന്തം ആത്മാവിനെ ഭാര്യയിൽ നിന്നും രക്ഷിക്കണം, ധനത്തിൽ നിന്നും രക്ഷിക്കണം. നമ്മളെ ആത്മസാക്ഷാത്കാരത്തിൽ നിന്നും ആത്മജ്ഞാനം നേടുന്നതിൽ നിന്നും തടയുന്ന രണ്ട് ഘടകങ്ങളാണ് നമ്മുടെ കയ്യിലുള്ള, നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ധനം. ആ ധനം നമുക്കെന്തുണ്ടാക്കും? കാമോപഭോഗത്തിന് വേണ്ടിയുള്ള തൃഷ്ണയുണ്ടാക്കും.
അതുപോലെ ഭാര്യ ഉണ്ടെങ്കിലോ ആ ഭാര്യയും നമ്മളിൽ കാമം ജനിപ്പിക്കും, കൂടുതൽ നേടാനുള്ള പ്രേരണ ഉണ്ടാക്കി തരും. അപ്പോൾ ആത്മജ്ഞാനത്തിൻ്റെ പാതയിൽ പോകുന്ന ഒരാൾ ഭാര്യയിൽ നിന്നും ധനത്തിൽ നിന്നും തൻ്റെ ആത്മാവിനെ തൻ്റെ വ്യക്തിത്വത്തെ രക്ഷിച്ചു കൊള്ളണം. പക്ഷെ ധനം എന്തിനു വേണ്ടിയിട്ടാണ്? ആപത്കാലത്ത് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടും ഭാര്യാപുത്രാദികളെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്. എങ്കിലും അവരോടുള്ള അമിതമായ മമത്വം അത് ആത്മജ്ഞാനത്തിന് തടസ്സമാണ് എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനിയും മഹത്തരമായ ശ്ലോകങ്ങളുണ്ട്, നിരവധി മനോഹരമായ ശ്ലോകങ്ങളുണ്ട്. ബലം പഞ്ചവിധം നിത്യം പുരുഷാണാം നിബോധമേ. 5 തരത്തിലുള്ള ബലമാണ് ഒരു വ്യക്തിക്കുള്ളത് എന്ന് പറയുന്നു. എന്തൊക്കെയാണ്? ഞാൻ ശ്ലോകം വായിക്കുന്നില്ല, വലിയ 4 ശ്ലോകങ്ങളാണ്. ഒന്നാമത്തത് ബാഹുബലമാണ്. അത് അത്ര പോരാത്തതാണ്, എങ്കിലും ബാഹുബലം പ്രധാനപ്പെട്ട ഒരു ബലമാണ്. പിന്നെ അമാത്യബലം, മന്ത്രിമാരെ കൊണ്ടുള്ള ബലം. നല്ല ഉപദേഷ്ടാക്കളായ ബുദ്ധിമാന്മാരായ മന്ത്രിമാരുള്ളത് രാജാവിന് ഒരു ബലമാണ്. മൂന്നാമത്തേതായിട്ട് തൃതീയം ധനലാഭം, ധനം കൊണ്ടുള്ള ബലമാണ്. ധനമുണ്ടെങ്കിലേ യുദ്ധം ചെയ്യാനും അല്ലെങ്കിൽ വികസന പ്രവർത്തനം ചെയ്യാനും ആയുധങ്ങൾ വാങ്ങാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ധനം എന്ന് പറയുന്നത് വലിയൊരു ബലമാണ്. അഭിജാത ബലം, കുലത്തിൻ്റെ മഹിമ. നല്ല കുലത്ത് ജനിച്ച ആളിന് നല്ല അംഗീകാരവും സ്വീകാര്യതയും ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് കുലബലം അല്ലെങ്കിൽ ആഭിജാത്യ ബലം 4ാമത്തെ ബലമാണ്. 5ാമതായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ബലമാണ് പറഞ്ഞിരിക്കുന്നത് യത് ബലാനാം ബലം ശ്രേഷ്ഠം തത് പ്രജ്ഞാബലമുച്യതേ. എഴുതി വെക്കേണ്ട ഒരു വാക്യമാണ്, സൂക്തിയാണ്, എന്നും പഠിച്ച് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമാണ്. യത് ബലാനാം ബലം ശ്രേഷ്ഠം തത് പ്രജ്ഞാബലമുച്യതേ. യത് ബലാനാം ബലം ശ്രേഷ്ഠം തത് പ്രജ്ഞാബലമുച്യതേ. എല്ലാ ബലങ്ങളിലും വെച്ചുള്ള ബലം എന്താണ്? പ്രജ്ഞാബലമാണ്. വേണ്ട സമയത്ത് പ്രതികരിക്കാൻ സാധിക്കുന്ന, വേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായ പ്രജ്ഞ, ബുദ്ധിബലമാണ് ഏറ്റവും വലിയ ബലം എന്നാണ്. കാരണം മേൽപ്പറഞ്ഞ ബാഹുബലമായാലും അമാത്യബലമായാലും ധനബലമായാലും കുലബലമായാലും വേണ്ട രീതിയിൽ നമുക്ക് പ്രയോഗിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി തന്നെ പ്രവർത്തിക്കണം എന്നർത്ഥം. രാജാക്കന്മാർക്ക് വളരെ ശ്രേഷ്ഠം, എല്ലാ ഭരണാധികാരികൾക്കും ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ഈ വിതുരോപദേശത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു ഉപമാനം ആണ്. എനിക്കതിൻ്റെ ശരിയായ തലം മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ആവർത്തിച്ച് വരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ അത് അവതരിപ്പിക്കുകയാണ്. സിംഹേർ വിഹീനം ഹിത് വനം വിനശ്യേത് സിംഹാ വിനശ്യേയുർ ഹൃദേ വനേന. അതായത് ധൃതരാഷ്ട്രപുത്രന്മാർ ഒരു വനമാണ്, കാടാണ്. പാണ്ഡവന്മാർ അതിലെ വ്യാഘ്രങ്ങൾ, പുലികളാണ്, ചിലയിടങ്ങൾ സിംഹങ്ങളാണ് എന്നും പറയുന്നു. അപ്പോൾ കാട് ഉണ്ടെങ്കിൽ മാത്രമേ സിംഹത്തിന് രക്ഷയുള്ളൂ, സിംഹമുണ്ടെങ്കിലേ കാടിന് രക്ഷയുള്ളൂ. അതുകൊണ്ട് ഈ നൂറ്റവന്മാർ ധൃതരാഷ്ട്രപുത്രന്മാർക്ക് പാണ്ഡവന്മാരുടെ സഹായം ആവശ്യമാണ്, പാണ്ഡവന്മാർക്ക് നൂറ്റന്മാരുടെയും സഹായം അല്ലെങ്കിൽ അവർ പരസ്പരമായ സഹകരണം ആവശ്യമാണ് എന്ന കാര്യമാണ് അവിടെ പറയുന്നത്. പക്ഷെ എന്താണ് അവിടെ ഈ കാട്, സിംഹം എന്നിവ തമ്മിലുള്ള, സിംഹം എങ്ങനെയാണ് കാടിനെ രക്ഷിക്കുന്നത് എന്ന കാര്യം അവിടെ വ്യക്തമാകുന്നില്ല. എങ്കിലും നല്ലൊരു ഒരു ദൃഷ്ടാന്തം, അത് ആവർത്തിച്ച് വരുന്ന ദൃഷ്ടാന്തമായതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് ഒരുപാട് ചിന്ത ചെയ്താൽ, ഒരുപാട് വിചാരം ചെയ്താൽ ഒരുപക്ഷെ അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ സാധിച്ചേക്കും. ഇനി ഇതുപോലുള്ള നിരവധി നീതിയുക്തമായിട്ടുള്ള ഈ ദുര്യോധനനെ ഉപേക്ഷിക്കണം എന്ന് അദ്ദേഹം പറയുന്നു അല്ലേ. ത്യജേതേകം കുലസ്യാർത്ഥേ, ഒരു പുരുഷനെ കുലത്തിന് വേണ്ടി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞല്ലോ. ഉക്തം മയാ ജാതമാത്രോപി രാജൻ ദുര്യോധനം ത്യജപുത്രം ത്വമേകം തസ്യത്യാഗാത് പുത്രശതസ്യ വൃദ്ധി അസ്യാത്യാഗാ പുത്രശതസ്യ നാശ. അല്ലയോ രാജാവേ, അങ്ങയുടെ 100 മക്കളിൽ ദുര്യോധനൻ എന്ന ഒരു പുത്രനെ അങ്ങ് ഉപേക്ഷിച്ചാൽ ബാക്കി പുത്രന്മാർക്കെല്ലാം തന്നെ അഭിവൃദ്ധി ഉണ്ടാകും. ഈ ദുര്യോധനൻ എന്ന് പറയുന്ന ഒരു പുത്രനെ അങ്ങ് ഉപേക്ഷിച്ചില്ലെങ്കിൽ ആ ദുര്യോധന നിമിത്തമായിട്ട് അങ്ങേക്ക് പുത്രശതസ്യ നാശ, 100 പുത്രന്മാരും അങ്ങേക്ക് നശിച്ചു പോകും. അതാണ് തജേത് കുലസ്യാർത്ഥേ പുരുഷം എന്നുള്ള ആ വാക്യത്തിന് അദ്ദേഹം കൃത്യമായ വ്യാഖ്യാനം തന്നെ പറഞ്ഞു കൊടുത്തു. സ്വന്തം മകനെ ഉപേക്ഷിക്കണം. ധൃതരാഷ്ട്രർ പറഞ്ഞു, എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. സർവം ത്വമായതീയുക്തം ഭാഷസേ പ്രാജ്ഞസമ്മതം ന ചോത്സഹേ സുതം തെക്തും യഥോ ധർമ്മസ്തതോ ജയ. അങ്ങ് പറയുന്ന മനോഹരമായ വാക്യങ്ങൾ ഞാൻ കേൾക്കുന്നു, പക്ഷെ എനിക്ക് സ്നേഹം കൊണ്ട് എൻ്റെ മകനെ ത്യജിക്കാൻ സാധിക്കുന്നില്ല. ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയമുണ്ടാകും എന്ന് അദ്ദേഹം അതിന് പ്രതികരിക്കുകയും ചെയ്യുന്നു. പിന്നീട്
ചില ശ്ലോകങ്ങൾ, മനോഹരമായ ചില ശ്ലോകങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. അഗ്നിഹോത്രഫല വേദാഹ ശീലവൃത്തഫലം ശ്രുതം രതിപുത്രഫല നാരി ദത്തഭുക്തഫലം ധനം. ചുരുക്കി പറഞ്ഞിരിക്കുന്ന വലിയ ആശയമുള്ള കാര്യമാണ്. വേദത്തിൻ്റെ ഫലം എന്താണ്? വേദത്തിൻ്റെ പരിണാമം. വേദം പഠിച്ചാൽ അഗ്നിഹോത്രം അനുഷ്ഠിക്കണം. അതുകൊണ്ട് വേദങ്ങളെ അഗ്നിഹോത്ര ഫലം എന്ന് പറയുന്നു. അതായത് അഗ്നിഹോത്രം യാതൊന്നിൻ്റെ ഫലമാണോ അതാണ് അഗ്നിഹോത്ര ഫലാഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേദം പഠിച്ചതിൻ്റെ പരിണാമം എന്താണ്? ഫലം എന്താണ്? അഗ്നിഹോത്രം അനുഷ്ഠിക്കുക, നിത്യേന അഗ്നിയിൽ ആഹുതി ചെയ്യുക എന്നുള്ളതാണ്, കർമ്മമാണ്. വൈദിക കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് വേദം പഠിക്കുന്നത് എന്നർത്ഥം. ശീലവൃത്ത ഫലം ശ്രുതം. ശ്രുതം എന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞാനം. ശാസ്ത്രജ്ഞാനം കൊണ്ട് നേടേണ്ട പ്രയോജനം എന്താണ്? ശീലവൃത്തം, നല്ല ശീലങ്ങളും നല്ല സ്വഭാവവും ഉണ്ടാവുക എന്നുള്ളതാണ് ശാസ്ത്രജ്ഞാനം കൊണ്ട് നേടിയെടുക്കേണ്ടതായ പ്രയോജനം എന്നർത്ഥം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശാസ്ത്രം വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ആചരണത്തിൽ സംസ്കാരം, നല്ല സദാചാരങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് എന്നർത്ഥം. രതിപുത്രഫല നാരി. സ്ത്രീയെ കൊണ്ടുള്ള ലാഭം എന്താണ്? ഒന്ന് രതിസുഖം, മറ്റൊന്ന് പുത്രസുഖം. സ്ത്രീയിൽ നിന്ന് ഒരു പുരുഷന് നേടേണ്ടതായ രണ്ട് ലാഭങ്ങളാണ് ലൈംഗിക സുഖവും കാമസുഖവും, അതോടൊപ്പം പുത്രലാഭവും. രണ്ടും നേടാൻ പറ്റുന്നില്ലെങ്കിൽ സ്ത്രീ സംഘം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്നു. ദത്തഭുക്ത ഫലം ധനം. ധനം കൊണ്ടുള്ള പരമപ്രയോജനം എന്താണ്? ധനത്തിൻ്റെ പ്രയോജനം ദത്തം ഭുക്തം. രണ്ട് പ്രയോജനമാണ്. ഒന്ന് ദാനം ചെയ്തിട്ടുണ്ടാകുന്ന പുണ്യം, മറ്റൊന്ന് ഭുക്തം, സുഖം ഭുജിച്ചിട്ട് സുഖഭോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന സുഖം. ഭോഗസുഖങ്ങളും ദാനം ചെയ്തിട്ടുണ്ടാകുന്ന മരണാനന്തരമായ സ്വർഗസുഖവും അതുപോലെ മറ്റ് പുണ്യങ്ങളും. ഈ രണ്ട് ഗുണങ്ങളാണ് ധനം കൊണ്ടുണ്ടാകുന്നത്. മനോഹരമായ ഒരു ശ്ലോകമാണ്. അഗ്നിഹോത്രഫല വേദാഹ ശീലവൃത്തഫലം ശ്രുതം രതിപുത്രഫല നാരി ദത്തഭുക്തഫലം ധനം. അതുപോലെ ഒരു സുഖവും വിദ്യയും തമ്മിൽ എന്താണ് ബന്ധം? ഇവർ പറയുന്നു, സുഖാർത്ഥന കുതോ വിദ്യ നാസ്തി വിദ്യാർത്ഥന സുഖം സുഖാർത്ഥീവാ തയേൽ വിദ്യം വിദ്യാർത്ഥീവാ തയേൽ സുഖം. സുഖത്തെ അർത്ഥിക്കുന്നവന് വിദ്യ എവിടെ? വിദ്യ അർത്ഥിക്കുന്നവന് സുഖം എവിടെ? സുഖാർത്ഥിയാണെങ്കിൽ വിദ്യയെ ത്യജിക്കുക, വിദ്യാർത്ഥിയാണെങ്കിൽ സുഖത്തെ ത്യജിക്കുക. അപ്പോൾ സുഖത്തെയും വിദ്യയെയും ഒരുമിച്ച് അഭ്യസിക്കാൻ സാധ്യമല്ല. വിദ്യ നേടണമെങ്കിൽ കഷ്ടപ്പാടുകൾ സഹിക്കണം. അത് ക്ഷുരസ്യധാര നിശിത ദുരത്തയ എന്ന് കഠോപനിഷത്തിലെ യമൻ പറയുന്നുണ്ട്. ഒരു വാൾത്തളയുടെ അറ്റം എങ്ങനെ മൂർച്ചയുള്ളതാണോ അതുപോലെ മൂർച്ചയുള്ളതാണ്. ആ മൂർച്ചയുള്ള വാൾത്തളയുടെ മുകളിൽ നടക്കുന്നത് പോലെ കഠിനമാണ് വിദ്യ, ജ്ഞാനം നേടുക എന്ന് പറയുന്ന പ്രക്രിയ. അതുകൊണ്ട് സുഖം ആഗ്രഹിക്കുന്നവന് വിദ്യ കിട്ടുകയില്ല, വിദ്യ ആഗ്രഹിക്കുന്നവന് സുഖവും കിട്ടുകയില്ല. സുഖത്തെ ത്യജിച്ച് വിദ്യയെ നേടുക, അല്ലെങ്കിൽ വിദ്യയെ ത്യജിച്ച് സുഖത്തെ നേടുക. രണ്ടിലൊന്ന് മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള എന്നും പ്രസക്തമായിട്ടുള്ള ഒരു വാക്യം ഇതിൻ്റെതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഉപദേശങ്ങളൊക്കെ കേട്ട ശേഷം ധൃതരാഷ്ട്രർ പറയുകയാണ്, എനിക്ക് അങ്ങ് പറഞ്ഞതൊക്കെ ഇഷ്ടമായി, പക്ഷെ അനുഷ്ഠിക്കാൻ രക്ഷയില്ല, സാധിക്കില്ല. സാധു ബുദ്ധികൃതാപ്യേവം പാണ്ഡവൻ പ്രതിമേ സദാ ദുര്യോധനം സമാസാദ്യ പുനർവിപരിവർത്തതേ. അങ്ങ് പറഞ്ഞു തന്ന ഈ നല്ല ബുദ്ധി ഉണ്ടല്ലോ, ആ നല്ല ബുദ്ധി എനിക്ക് പാണ്ഡവന്മാരോട് ഞാൻ കാണിക്കാറുണ്ട്. പാണ്ഡവന്മാരോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട്, സ്നേഹം ഞാൻ പ്രകടിപ്പിക്കാറുമുണ്ട്. പക്ഷേ ദുര്യോധനൻ എൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും എൻ്റെ മനസ്സ് മുഴുവൻ മാറിപ്പോകും. സ്വന്തം മകനെ കാണുമ്പോൾ സദ്ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. അത് ഈ ദുസ്സംഗത്തിൻ്റെ ഒരു ഫലമാണ്. ദുര്യോധനൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ദുർബുദ്ധി വന്നു പോകുന്നു, സദ്ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. നദിഷ്ടം അഭ്യതിക്രാന്തും ശക്യം ഭൂതേന കേനചിൽ ഇഷ്ടമേവ ധ്രുവം മന്യേ പൗരുഷന്തു നിരർത്ഥകം. അതുകൊണ്ട് എല്ലാം തന്നെ വിധിക്ക് കീഴടങ്ങുന്നു. നമ്മുടെ ബുദ്ധി സൽബുദ്ധി ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ദിഷ്ടത്തെ, അതായത് ഈശ്വരഹിതത്തെ, നമ്മുടെ പ്രാരബ്ധത്തെ നീക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ പൗരുഷം, നമ്മുടെ കർമ്മശക്തി അത് ഈ ഈശ്വരഹിതത്തിന് മുന്നിൽ, പ്രാരബ്ധത്തിന് മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നു, നിരർത്ഥകമായി പോകുന്നു എന്നാണ് ധൃതരാഷ്ട്രർ അതിന് മറുപടി പറഞ്ഞത്. തുടർന്ന് ഇതര ഇനി ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം സനത് സുജാതൻ എന്ന് പറയുന്ന മഹർഷിയെ കൊണ്ട് തൻ്റെ ജ്യേഷ്ഠന് ഉപദേശം കൊടുപ്പിക്കുകയാണ്. ആ മഹർഷിയുടെ ഉപദേശങ്ങളെ നമുക്ക് ശ്രവണം ചെയ്യാം.